ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹൈറിച്ചിനെ കുറിച്ച് ഉള്ള പരാതികൾ അല്ലെങ്കിൽ ഇവരെ ജയ് വിളിച്ചവർക്ക് തന്നെയുള്ള സംശയങ്ങൾ ഒക്കെ കൂടുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തോമസ് ചാക്കോ സാറ് വീണ്ടും വന്നിട്ടുണ്ട്. തോമസ് ചാക്കോ സാറ് ആദ്യമായി അവതരിച്ചത് ജിനിലിൻ്റെ ഒരു സൂം മീറ്റിങ്ങിലായിരുന്നു. ജിനിലിന് ഉത്തരം പറഞ്ഞ് മുട്ടിയപ്പോൾ ജിനിൽ കൊണ്ടുവന്ന ഒരു സാറായിരുന്നു തോമസ് ചാക്കോ സാറ്. അന്ന് മുതലേ സാറ് വിഡിത്തങ്ങളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിന് ഇപ്പോൾ ഒരു 27 ചോദ്യങ്ങൾ, എന്തായാലും നല്ലൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നെഗറ്റീവായാൽ പണം തിരിച്ചു കിട്ടാനുള്ള മാർഗം. നെഗറ്റീവായാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ വല്ല മൂത്രം ടെസ്റ്റോ അല്ലെങ്കിൽ എയ്ഡ്സ് ടെസ്റ്റോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്താലാണ് നെഗറ്റീവ് പോസിറ്റീവ്. ഇപ്പോൾ ആരെങ്കിലും ഗർഭിണിയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ ഇല്ല, പോസിറ്റീവ് ആണെങ്കിൽ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ആയാൽ പണം തിരിച്ചു കിട്ടാനുള്ള മാർഗം ഇവർ ആലോചിക്കുന്നത് പണം തിരിച്ചു കിട്ടുക, എങ്ങനെയാണ് ഈ പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതിൽ നെഗറ്റീവ് ആയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവ് ആവുക എന്ന് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടി വരും. എവിടെയാണ് നെഗറ്റീവ് ആവുക, ആരാണ് നെഗറ്റീവ് ആവുക? നമ്മളൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ടാണോ പണം തിരിച്ചു കിട്ടാൻ? എന്നല്ല, ഇവർ പറയുന്നത് ഇവരുടെ കേസുകൾ, ഇവരുടെ പ്രമാദമായ 2 കേസുകൾ, നീട്ടി കൊണ്ടുവെക്കുന്ന 2 കേസുകൾ ഹൈക്കോടതിയിലും ഒന്ന് ഡിസ്ട്രിക്റ്റ് സെഷൻ കോർട്ടിലും നിലവിലുണ്ട്. അത് 2 നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പനിയുടെ കേസ്, ഇപ്പം നിലവിലുള്ള കേസുകൾ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ FIR ഇട്ട കേസുകളല്ല, എന്നാലും ഈ ബഡ്സിൻ്റെ അതോറിറ്റി എടുത്ത കേസുകൾ, ഒരു കേസ് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ ഒന്ന് പെൻഡിങ് ഉണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഇവരെ തന്നെ പിന്തുടർന്ന് എടുത്തിരിക്കുന്ന EDയുടെ കേസ്, അത് ഡൽഹിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക അല്ലേ. ഡൽഹിയിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ആ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഇവരുടെ 212 കോടി എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണോ, സർക്കാരിലേക്ക് മുതൽ കൂട്ടണോ എന്നുള്ള കാര്യങ്ങളാണ് ആ അതോറിറ്റി നോക്കുക. അപ്പോൾ 2. മൂന്നാമതായിട്ട് ED വന്ന സമയത്ത് ഓടിപ്പോയ ഇവർക്ക് ജാമ്യം കൊടുക്കണോ എന്നുള്ള കേസ്, അത് എറണാകുളം ഡിസ്ട്രിക്റ്റ് സെഷൻ കോർട്ടിലാണ് ഉള്ളത്. അത് ഒന്നുണ്ട്. പിന്നെ 4മതായിട്ട് ഇവർ റിട്ട് പെറ്റീഷൻ കൊടുത്ത് അപ്പീലിന് കൊടുത്ത് പിന്നെ അവസാനം ഈ സംഭവങ്ങൾ, ഈ കേസ് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിനെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യത്തെ FIR, ബഡ്സ് അതോറിറ്റി പരിഗണിച്ച FIR, അത് അത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രബലനായ വക്കീലിനെ ഏർപ്പാട് ചെയ്ത് അപ്രബലനായ വക്കീലെ 3 പ്രാവശ്യം മാറ്റിവെച്ച ഒരു കേസ്. അപ്പോൾ ഈ കേസുകളൊക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താവും? നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും തോമസ് സാറ് നല്ലൊരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മുടെ ഈ കമ്പനിക്കെതിരിക്കുന്ന ബഡ്സിൻ്റെ കേസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബഡ്സിൻ്റെ കേസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇതിൽ ആരാണോ പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി കൊടുത്ത ആൾക്കാർക്ക് എത്രയാണോ പണമുള്ളത്, ബാക്കി പണമുള്ളത്, അത് വീതിച്ചു കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ബഡ്സിൻ്റെ അതോറിറ്റി ഇവിടെ എത്രയാണ് അറ്റാച്ച് ചെയ്ത് എന്ന് നമുക്ക് കൃത്യമായിട്ട് രേഖകളൊന്നും പുറത്തു വന്നിട്ടില്ല. അവർ എല്ലാത്തരം ബാങ്ക് അക്കൗണ്ടുകളും എത്രമാത്രം ബാങ്ക് അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ മേലെ പുതിയൊരു അഫിഡവിറ്റ് കൊടുത്തിനോ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും EDയുടെ കണക്കിലാണ് 212 കോടി ഉള്ളത് എന്ന് നമുക്കറിയാം. ഈ 212 കോടി
എല്ലാവർക്കും പണം തിരിച്ചു കൊടുക്കുമെന്നാണ് നമ്മുടെ ചാക്കോ സാറ് പറയുന്നത്. ചാക്കോ സാറ് പറയുന്ന കണക്കിലാണെങ്കിൽ 1,80,00,000 ആൾക്കാർക്കും ഈ 212 കോടി വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുക 117 ഉറുപ്പ്യാണ്. 117 ഉറുപ്പ്യ. എന്തായാലും അതല്ല, പരാതി കൊടുത്തവർക്ക് മാത്രമേ പണം, നിക്ഷേപകർക്ക് അല്ലെങ്കിൽ പരാതി കൊടുത്തവർക്ക് മാത്രമേ പണം തിരിച്ചു കൊടുക്കുവാൻ വകുപ്പുള്ളൂ. അല്ലാതെ ആരാണ് പരാതിക്കാരുണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും ആരും നടക്കൂല. പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി അവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പുകളാണ് ബഡ്സ് ആക്ടിലുള്ളത്. അത് ലീഡർമാരായിക്കോട്ടെ, പ്രൊമോട്ടർമാരായിക്കോട്ടെ, മുതലാളിമാരായിക്കോട്ടെ, ആരായാലും അവരുടെയൊക്കെ സ്വത്തുകൾ കണ്ടുകെട്ടി അത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് ബഡ്സ് ആക്ടിലുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് EDയുടെ കേസാണ്. EDയുടേത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇവർ കൊടുത്തിരിക്കുന്ന 212 കോടി രൂപ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ അനുസരിച്ചിട്ടുള്ളതാണ്. അത് ശരിയായ കണക്കാണ്. ഇത് കള്ളപ്പണമാണ്, അല്ലെങ്കിൽ മണി ചെയിൻ നടത്തി ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെടുത്തും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് മുൻ മന്ത്രിയുടെ 40 ലക്ഷം ഇതുപോലെ സ്ഥിരപ്പെടുത്തിയത്. അതുപോലെ നമ്മൾ പെട്ടെന്നൊരു വാർത്ത കേൾക്കും, ഹൈറിച്ച് മുതലാളിമാരുടെ 212 കോടി കണ്ടുകെട്ടിയത് സ്ഥിരപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത. അപ്പോൾ ആ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആരും ഞെട്ടരുത്, അത് അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് മുൻകൂർ ജാമ്യമാണ്. മുൻകൂർ ജാമ്യത്തിൽ എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ വക്കീൽ വിളിച്ചാൽ പോലും നമ്മുടെ മുതലാളിമാർ ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാണ്. നിന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് വക്കീൽ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല. എന്താണ് അവസ്ഥ? അപ്പോൾ അതിൽ തീരുമാനം നമുക്ക് വേറെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് അറിയില്ല. വക്കീൽ അവരോട് പറയും, പിന്നെ മര്യാദയ്ക്ക് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, മുൻകൂർ ജാമ്യമൊന്നും എനിക്ക് തരാൻ പറ്റില്ല എന്ന് ജഡ്ജി പിന്നെ തിങ്കളാഴ്ച അതിൻ്റെ വിധി ഉണ്ടാവും. പിന്നെയുള്ളത് നമ്മളെ നീട്ടി കൊണ്ടുപോകുന്ന പ്രബലമായ വക്കീലിൻ്റെ കേസാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഈ കേസ് തന്നെ നിലനിൽക്കുന്നില്ല. വെറും ആരോപണമാണ്. നമ്മൾ ഭയങ്കര തങ്കപ്പെട്ട കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ആ കേസിൻ്റെ വിധിയെക്കുറിച്ചല്ല എനിക്ക് ആശങ്ക, ഈ വക്കീലിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് എനിക്ക് ആശങ്കയുള്ളത്. ഇദ്ദേഹത്തെ ഇങ്ങനെയും പറ്റിച്ചിട്ടുണ്ടാവുമോ? ഇവർ ചിലപ്പോൾ ഈ ലീഡർമാരൊക്കെ പോയിട്ട് വീട്ടിൽ പോയി കെട്ടിക്കിടന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സർ, നമ്മൾ ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ്. അത് ഈ ആമസോണുകാരും ഫ്ലിപ്കാർട്ടൊക്കെ വന്നിട്ട് നമ്മളെ പൂട്ടിച്ചു, കള്ളക്കേസ് കൊടുത്തിട്ട് പൂട്ടിച്ചു. അപ്പോൾ നമ്മൾ സാർ എന്തായാലും നമ്മൾക്കൊന്നൊരു FIR ഇട്ട് തരണം. ഈ വത്സൻ എന്ന് പറയുന്ന റിട്ടയർഡ് SP-കാരൻ ഈ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊന്ന് ആ ഒരു FIR നമുക്ക് റദ്ദാക്കി തരണം. അപ്പോൾ അയാൾ പോയിട്ടുണ്ടാവും, ശരി എന്നാൽ പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെയാണ് അയാൾക്ക് മനസ്സിലായത് ഇത് ഫുൾ കള്ളപ്പണമാണ്, മണി ചെയിനാണ് എന്നൊക്കെ അയാൾക്ക് പിന്നെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ ഒരു കോർട്ടിലെ പിന്നെ നമ്മൾ 2 പ്രാവശ്യം ഈ ഒരു കോർട്ടിലെ പ്രൊസീഡിങ്സൊക്കെ ആ ഒരു വക്കീലിൻ്റെ രീതികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന്, ആ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ഇവർക്കും അറിയാം എന്താ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മുതിർന്ന വക്കീലിനുണ്ടാകുന്ന നാണക്കേടിനെ ഓർത്ത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്നും മറിച്ചൊരു തീരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ 4 കേസുകളും പിന്നെ ഇവർ തോക്കും.
അങ്ങനെയാണെങ്കിൽ നിക്ഷേപകർക്ക്, പരാതിയുള്ളവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പുകൾ ഈ നിയമത്തിലുണ്ട്. ഈ ED എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ബഡ്സിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബഡ്സ് അതോറിറ്റി അല്ലെങ്കിൽ ബഡ്സിൻ്റെ കോടതിയിലെ വിധിയെ ആശ്രയിച്ചിരിക്കും പിന്നെ ഇവരുടെ പണം തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ 30 ദിവസത്തിനകം കലക്ടർ അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കത്ത് ഇതിന് എഫക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും. ചിലപ്പോൾ അതൊക്കെ കൊടുത്തു കാണും, അതൊക്കെ സെർവ് ചെയ്ത് കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സ്ഥിരപ്പെടുത്തുന്നതിൽ, നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചത് സ്ഥിരപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇവരുടെ വാടക വീട്ടിൽ പിന്നെ മെയിൻ ഡോറിൽ അതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞ ശേഷം ഇതിന് മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇത് കണ്ടുകെട്ടി എന്നുള്ള ഉത്തരവും ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ഈ മണ്ടന്മാർ വിചാരിക്കുന്ന പോലെ അവിടെ കോർട്ട് ഇല്ല, അവിടെ ജഡ്ജില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ടില്ല എന്ന് പറയില്ല. എന്തായാലും നമ്മൾ ഒരാൾ പിന്നെ കേസ് എടുത്തു കഴിഞ്ഞാൽ എതിർ കക്ഷിയും പോയിട്ട് നമുക്കെതിരെ കേസ് എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു മോശം പരിപാടികളാണ്. ഇപ്പം നമ്മൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുത്തൻ പറയും ഇവനാണ് എന്നെ അടിച്ചതെന്ന് പറയും. അതിനുശേഷം ആ ഒരു കേസിൽ പിന്നെ സത്യമുണ്ടോ എന്ന് നോക്കുകയല്ലാതെ മറ്റവനും പോയിട്ട് ഇവനും എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സർക്കാർ നടപടി എടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവരും പോയിട്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവർ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ പോവാത്തത്. അപ്പോൾ എന്തായാലും തോമസ് സാറിൻ്റെ ആദ്യത്തെ ഉത്തരത്തിനുള്ള ശരിയായ മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മറുപടി ഇതാണ്. അപ്പോൾ തോമസ് ചാക്കോ സാറിന് ഒരുപാട് നന്ദി. അടുത്ത തോമസ് ചാക്കോ സാറിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് കമ്പനി ലീഗലാണെങ്കിൽ എന്തുകൊണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതും കോമഡി ആണ്. അപ്പോൾ അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ. ബൈ.